നാടൻ വിഭവങ്ങൾ ചേർത്ത് നല്ലൊരു ഉച്ചയൂണായാലോ? ആദ്യം ഞാൻ ഉണ്ടാക്കിയത് പഴുത്ത മാങ്ങാക്കറിയാണ്. മാങ്ങ തൊലി കളഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കൈകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണം. പച്ചമുളകും ചേർത്ത് വേവിക്കാൻ വെക്കാം. ഒരു മുറി തേങ്ങ ചിരകിയതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെന്ത മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മോരൊന്നും ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചുവന്നുള്ളിയും താളിക്കാം. തീ ഓഫ് ചെയ്തിട്ട് ഒരു അല്പം ഉലുവാപ്പൊടി കൂടി ചേർത്തിട്ട് നമ്മുടെ മാമ്പഴക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി കറി തയ്യാറായി. ഇനി അടുത്തായിട്ട് ഉണ്ടാക്കിയത് ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ്. അതിലേക്ക് സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെളിച്ചെണ്ണയും മുങ്ങിക്കിടക്കാൻ പരുവത്തിന് വെള്ളവും ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താൽ മതി. മെഴുക്കുവരട്ടി പെട്ടെന്ന് റെഡിയായി. ഇനി അടുത്തത് പയറുതോരനാണ് ഉണ്ടാക്കിയത്. തേങ്ങയിലേക്ക് പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ചേർത്തൊന്ന് ചതച്ചു. അത് ഈ പയറിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തു. അതിനുശേഷം വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും താളിച്ചു. എന്നിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ച പയർ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം. പിന്നെ മീനും വറുത്തെടുത്തു. മീനൊക്കെ ഞാൻ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടാണ് മീൻ വറുത്തെടുത്തത്. നമ്മുടെ തോരനും റെഡിയായി, ചോറും റെഡിയായി. അങ്ങനെ നാടൻ ഊണ് തയ്യാറായി.